ഇപ്പോൾ വലിയൊരു സമരം കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്ഷീണത്തിലൊക്കെ രാജീവ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു വിഷയമുണ്ടാവുമ്പോൾ അതിൽ പ്രതികരിക്കുക സ്വാഭാവികമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ BJP ആയാലും UDF ആയാലും അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ആ സമരത്തിലേക്ക് പോകുമ്പോൾ അതിലൊരു ശരിയും അതിലൊരു ന്യായവും നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ രാജീവ്? എൻ്റെ ചോദ്യം ആദ്യം റെയിൽവേയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസം റെയിൽവേയുടെ DRM അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് റെയിൽവേയുടെ മാലിന്യങ്ങൾ കൃത്യമായി അത് സംസ്കരിക്കാനുള്ള സംവിധാനം റെയിൽവേക്കുണ്ട്, അത് ഞങ്ങൾ കരാറുകാരെ ഏൽപ്പിക്കുന്നു, ആ കരാറുകാർ ആ മാലിന്യം സംസ്കരിക്കുന്നു എന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കൊച്ചുവേളിയിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. എന്തുമാത്രം മാലിന്യമാണ് അവർ കൂട്ടിയിട്ടിരിക്കുന്നത്, എന്തുമാത്രം മാലിന്യമാണ് അവിടെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഒരുപക്ഷെ വിളപ്പിൽശാലയിൽ ഉണ്ടായിരുന്ന മാലിന്യത്തിന് സമാനമെന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി വിശേഷിപ്പിക്കാം. അത്രമാത്രം മാലിന്യമാണ്. അപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിൽ റെയിൽവേക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? നഗരസഭയെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊള്ളൂ, അതിൽ കുഴപ്പമില്ല. പക്ഷെ നഗരസഭയ്ക്ക് ഇതിനൊരു പരിമിതിയില്ലേ? നമുക്കറിയാം, രാജീവിനറിയാം, ആ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുള്ളിലെ ക്യാൻറ്റീനിൽ കയറി തിരുവനന്തപുരത്തെ നഗരസഭയുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാൻ കഴിയില്ല. കേസ് വേറെയാണ്. എന്താണ് താങ്കളുടെ ഇന്നത്തെ ഈ ഒരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി താങ്കളുടെ ഒരു വിശദീകരണം? രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. ഒന്ന്, ആ ആമഴയഞ്ചാം തോടിൻ്റെ പൂർണ്ണ അധികാരം ആർക്കാണ്? ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനാണ്. കേരള വാട്ടർ അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ആ ആമഴയഞ്ചാം തോട് വരുന്നത്. രണ്ടാമത്, അതിനകത്തെ മാലിന്യം നീക്കേണ്ട പരിപൂർണമായിട്ടുള്ള ചുമതല നഗരസഭയ്ക്കാണ്. ഇത് രണ്ടും നമ്മുടെ മുന്നിലുണ്ട്. അവിടെ നമുക്ക് അറിയാം, കാണാൻ വേണ്ടി സാധിക്കും. നമ്മളെ മാധ്യമങ്ങൾ നിങ്ങളെല്ലാം അവിടെ പോയ സമയത്ത് ഈ ടണലെന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 13 അടിക്ക് മുകളിൽ കമ്പി വേലി കെട്ടിയിരിക്കുകയാണ്. മറ്റുള്ള സ്ഥലത്തുനിന്ന് അതിനകത്ത് വരാതിരിക്കാനുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, അതിനകത്തുള്ള വേസ്റ്റ് അവർ തന്നെ സ്വച്ഛ ഭാരത് മിഷൻ്റെ പേരിൽ കളക്ട് ചെയ്ത് മറ്റ് ഏജൻസികളെ വിളിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ ഏജൻസികളാണ് അത് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ കൊച്ചുവേളിയിൽ കിടക്കുന്നത് അതിന് കാലതാമസം വന്നതുകൊണ്ടായിരിക്കാം. നമ്മളിപ്പോഴാണ് കാണുന്നത്, നേരത്തെ ഒന്നും അതില്ല. ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള ഒരു ഇതായിരിക്കാം, മാലിന്യ കൂമ്പാരമായിരിക്കാം അവിടെ ഉള്ളത്. അത് വലിയൊരു അർത്ഥത്തിൽ വലിയ ആലങ്കാരികമായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയാണ് തിരുവനന്തപുരം സ്റ്റേഷനിൽ മാത്രമുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുനിന്നുള്ള മാലിന്യങ്ങൾ ഉണ്ടാവണം. അത് കൃത്യമായിട്ട് ചെയ്യുന്ന അവിടുത്തെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, റീസൈക്ലിംഗ് ചെയ്യുന്ന സംവിധാനമുണ്ട്. നമ്മുടെ നഗരസഭയും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെയും റെയിൽവേ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി വരാം എന്നുള്ളത്. ഇനി പൂർണ്ണമായിട്ടും അതിനകത്ത് വരുന്നില്ല എന്ന് പറയില്ല, കുറേയൊക്കെ വരുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള അവകാശം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ട ഒന്ന് ഇറിഗേഷൻ വകുപ്പാണ്. നമുക്കറിയാം, ഇറിഗേഷൻ വകുപ്പ് 2022 24 കോടി രൂപ ചിലവഴിച്ചു ഇതിനു വേണ്ടി. അന്ന് രണ്ടാം ഘട്ടത്തിൻ്റെ വിലയിരുത്തലിന് ശ്രീ ജോഷി അഗസ്റ്റിൻ ഞാൻ വഞ്ചൂരുള്ള സമയത്താണ് അദ്ദേഹം ആ വഞ്ചൂർ പ്രദേശത്തും പാറ്റൂരുള്ള പ്രദേശത്ത് വന്ന അതിൻ്റെ ബാക്കി പത്രം എവിടെയാണ്? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കി പത്രം എവിടെയാണ്? നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ? ആ കോടിക്കണക്കിന് രൂപ എവിടെയാണ്? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇറിഗേഷൻ്റെ പേരിൽ കോടികൾ ചിലവഴിക്കുകയില്ലേ? ആക്കുളത്ത് ചെന്നിറങ്ങുന്ന ആക്കുളം ഉൾപ്പെടെയുള്ള കായൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടി ചിലവാക്കുന്നു? എന്തുകൊണ്ട് ഇത് കൃത്യതയിലേക്ക് വരുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം, ഇതിന് മുമ്പ് ഞാൻ കേൾക്കട്ടെ, ഇനി റെയിൽവേയുടെ ഭാഗത്ത് നിങ്ങൾ പറയുന്നത് പോലെ നമ്മളെല്ലാം വിചാരിക്കും തെറ്റുണ്ടെങ്കിൽ ഞാൻ കേൾക്കട്ടെ, റെയിൽവേക്ക് ചില ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം കളക്ടർക്ക് നടപടിയെടുക്കാം, ചീഫ് സെക്രട്ടറിക്ക് നടപടിയെടുക്കാം. എന്താണ് കത്തെഴുതി കളിക്കുന്നത്? DRMനെ വിളിച്ചൂടെ? റെയിൽവേയുടെ ചെയർമാനെ വിളിച്ചൂടെ? വിളിക്കാൻ എന്താണ് മടി? അപ്പോൾ ഇത് മെല്ലെ പോക്കണം. ഈ കത്ത് കൊടുത്തെന്ന് പറയുന്നത് എപ്പോഴാണ്? 5-ാം മാസത്തിലാണ്.